റഷ്യ ഉപയോഗിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലാണോ? ഈ കാരണം കൊണ്ട് ഇറാനെതിരെ പുതിയ ഉപരോധം കൊണ്ടുവന്നിരിക്കുകയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും. കാരണമായി പറഞ്ഞതാണ് ഏറെ രസകരം. ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിക്കുന്നത് ഇറാന്റെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്നാണ്. റഷ്യയിലേക്കുള്ള കയറ്റുമതി ഉത്തരവ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഉക്രൈനുകൾക്കെതിരെ റഷ്യ ഇവ കൂടുതലായി ഉപയോഗിക്കും എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാംബിയുമായി ചൊവ്വാഴ്ച ലണ്ടൻ സന്ദർശനത്തിനിടെ നടന്ന കൂടിക്കാഴ്ചയിൽ അഭിപ്രായപ്പെട്ടത്. ഇറാൻ മിസൈലുകളുടെ വിതരണം റഷ്യക്ക് മേഖലയിൽ കൂടുതൽ കരുത്തു നൽകുമെന്നും ആക്രമണത്തിൻ്റെ തീവ്രതയും ആഴവും പ്രഹരശേഷിയും കരുത്തുറ്റതും കൂടുതലായിരിക്കും എന്നുമാണ് ഇരുവരും വിലയിരുത്തുന്നത്. എന്നാൽ ഈ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിന് അടിസ്ഥാനത്തിലാണ് വ്യോമഗതാഗത വിലക്കുൾപ്പെടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇറാനെതിരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10 വ്യക്തികൾക്കും 9 സ്ഥാപനങ്ങൾക്കുമെതിരെയും US സ്റ്റേറ്റ് ട്രഷറിയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഉപരോധം ഏർപ്പെടുത്തിയതായും അറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടാതെ ഇറാനുമായുള്ള ഉഭയകക്ഷി വിമാന സർവീസ് കരാറുകൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇറാൻ എയർ കമ്പനിക്കെതിരായ ഉപരോധങ്ങളെക്കുറിച്ചും ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇതിനടിസ്ഥാനത്തിൽ ചില വിമാന കമ്പനികൾ ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതായുമുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ്. റഷ്യക്ക് ഇറാൻ ആയുധം നൽകുന്നത് അമേരിക്ക ഇസ്രയേലിനും ഉക്രൈനിനും ആയുധം നൽകുന്നത് പോലെയല്ലേ എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ വാദം റഷ്യക്ക് ആയുധം നൽകുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഖ്യത്തിൻ്റെ ഭാഗം അല്ല എന്നുമാണ്. യുദ്ധത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം ആയുധങ്ങൾ നൽകുകയും വലിയ തോതിൽ കയറ്റുമതി നടത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാടിനെ ഇറാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ എതിർത്തിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ സംഘർഷം മൂർച്ഛിക്കുവാനോ ഉപകരിക്കുകയുള്ളൂ എന്നുമായിരുന്നു ഇറാൻ പറഞ്ഞത്. അതിനാൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കുക മാത്രമല്ല, സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികൾക്ക് ആയുധം വിതരണം ചെയ്യുന്നത് നിർത്താൻ മറ്റ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിൻ്റെ ഒരു വശത്തേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഇറാന്റെ പങ്കിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നു എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചു പറഞ്ഞു. ഇത് ഇറാന്റെ പ്രഖ്യാപിത നിലപാടാണ് എന്നുമാണ് ഈ റഷ്യക്ക് ഇറാൻ മിസൈലുകൾ നൽകിയിട്ടുണ്ട് എന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇറാൻ ഇതിനകം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപരോധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ്. ഇറാനെ കൂടുതൽ ഉപരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ചില രാജ്യങ്ങൾക്കും വിയോജിപ്പുണ്ട് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. പുതിയ ഉപരോധം ഇറാൻ ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഉക്രൈൻ സാഹചര്യത്തെക്കുറിച്ചുള്ള ഇറാന്റെ സ്ഥാപിത നിലപാട് വക്താവ് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അമേരിക്കയും 3 യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേൽ ഭരണകൂടത്തിന് പ്രാഥമിക ആയുധ വിതരണം നൽകുന്നു എന്നും ഇസ്രയേലിന് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇവർ നൽകുന്നു എന്നും ഫലസ്തീൻ ജനതയ്ക്കെതിരായ വ്യാപകമായ ആക്രമണത്തിനും ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കും പങ്കാളികളാണ് എന്നുമൊക്കെ ഇറാൻ വക്താവ് കനാനി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം എത്രമാത്രമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയക്കുന്നത് എന്ന സന്ദേശം കൂടി ഇതിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം റഷ്യയെപ്പോലൊരു രാജ്യം ഇറാന്റെ ആയുധങ്ങൾ കൈപ്പറ്റണമെങ്കിൽ അതിൻ്റെ ഉൽപാദന പ്രഹര രഹസ്യം വ്യത്യസ്തമായിരിക്കണം. ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ഈ മിസൈലുകൾ ശ്രദ്ധയാകർഷിച്ചാൽ മറ്റു രാജ്യങ്ങൾ കൂടുതൽ ഇറാന്റെ ഉപയോക്താക്കളായി വന്നാൽ ഇറാൻ പുതിയ ആയുധ വിതരണ ശൃംഖലയായിട്ട് മാറും എന്ന് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളുമൊക്കെ ഭയക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങൾക്കിടെയാണ് ഇറാൻ ഇത്രയും സമ്പന്നമായ കരുത്തുറ്റ മിസൈൽ ശേഖരണങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ചത് എന്നത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.